എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സാറേ. ഇനി നാട് കാണാൻ പറ്റുമെന്ന് തോന്നല്ല. ഞങ്ങള് വരണില്ല, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്താലോ എന്ന് ആലോചിക്കാം. ജീവ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആരാടാ റാസ്കൽ? വീരപ്പനോ? വിതിൻ 24 hours നിന്നെ പൊക്കിയില്ലെങ്കിൽ നോക്കിയോ പട്ടി. ഇതേതാ ഇടയ്ക്കൊരു കുരങ്ങൻ? ഒരുങ്ങിയിരുന്നോ നീ? അവനെ ഞാൻ മോനെ ജീവ, ഞാൻ എന്ത് വേണം നിങ്ങൾക്ക് അറിയാം. എന്റെ ജീവിതം ഈ തകർക്കരുത്. മക്കള് മരത്തിന് മണ്ടത്തിന്റെ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. എടാ ദ്രോഹി, ഞാനും കൂടെ ഒന്ന് സംസാരിക്കട്ടാ. ചിറകിന് പകരം ഒരു കട്ടിലല്ലേ മുതുകില്? പറന്നു വാ. ദൈവമേ, മരത്തിൽ നിന്ന് വീണവന്റെ കൈയും കാലും ഒടിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ കെട്ടിയ താലി അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാം. അതിലും ഭേദം ആറ്റി ചാടി ചാവുന്നതല്ലേ മോനെ. എന്നാ ഞാൻ ഇവിടുന്ന് ചാടി ചാകാൻ പോവാ. അയ്യോ, എന്നെ കൊതിപ്പിക്കല്ലേ കുട്ട. അല്പം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എന്റെ മഹേന്ദ്രൻ സാറേ, പ്രതീക്ഷയെ വേണ്ട. ഞങ്ങൾക്ക് ജീവനെ കണ്ട് സംസാരിക്കണം. നല്ല കാര്യങ്ങളാ. വരട്ടെ. വേണ്ട സാർ, അവസാന തടവും നോക്കി. നല്ലതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. എനിക്ക് ഭാഗ്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് സ്വയം ചെറുതാവണ്ട. ഭാഗ്യം നിന്നെ തേടി വരുന്നു എന്ന് കരുതിയാ മതി. ഞാനും നമ്പ്യാരും വന്നോട്ടെ. എന്നെ ചതിക്കോ സാർ? സാർ, ഈ കേസിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീഡം. ജീവ, നത്തിങ് വിൽ ഹാപ്പൻ. സാർ, സാറിനോട് എനിക്ക് ബഹുമാനം കൂടുതലാ. അതുകൊണ്ട് തന്നെ പലതും തുറന്നു പറയാൻ കഴിയില്ല. ആ നിർമ്മാതാവ് വരട്ടെ. ഓക്കെ, അദ്ദേഹം വരും. വഴിയും സ്ഥലവും. വരുമ്പോ കുറച്ച് ഭക്ഷണവും എനിക്ക് സ്നേഹിക്ക് ഓരോ ജോഡി ഡ്രസ്സും വേണം. തിരിച്ചു വരുമ്പോ ഒരു മെനയൊക്കെ വേണ്ടേ? എന്തായാലും ഒരു TV കവറേജ് ഒക്കെ ഉണ്ടാവും. ആ, ഇനി വഴിയും സ്ഥലവും പറയാം. വാർത്തകൾ വിശദമായി. ചലച്ചിത്ര നടി സ്നേഹയെ കടത്തിക്കൊണ്ടുപോയ കേസിന്റെ അനുരഞ്ജന ശ്രമങ്ങൾക്കായി ചിത്രത്തിന്റെ നിർമ്മാതാവ് NN നമ്പ്യാർ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതായി ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഉയരം കൂടിയ ഒരു വൃക്ഷത്തിലിരുന്നാണ് ജീവൻ മൊബൈലിൽ സംസാരിക്കുന്നത് എന്ന കൗതുകകരമായ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിടുക്കൻ, അപാര തലയാ. അവന്റെ ആ തലയ്ക്കാണ് വട്ടെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്നത്. മരത്തിൽ കയറിയിരുന്ന് ഫോൺ ചെയ്യുന്നത് സ്നേഹ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും എന്നാൽ മൊബൈൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. വട്ടം ചിറ്റിക്കാൻ അവൻ പണ്ടേ മിടുക്കനാ. ഈ ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കെ കാട്ടിലൊരു ഏറുമാടമുണ്ടാക്കി സ്നേഹയും ജീവനും കുടുംബജീവിതം ആരംഭിച്ചുവെന്നും പറയപ്പെടുന്നു. അയ്യോ, അപ്പൊ കൊച്ചിനെ കാണാൻ കാട്ടി പോകേണ്ടി വരും. എന്നാ ഫാമിലി ആയിട്ടൊരു ജാലി ട്രിപ്പ് അടിക്കാം. എന്ത്? ഞാൻ സമ്മതിക്കില്ല. അത് തെണ്ടിത്തരമാ. നല്ല ഫസ്റ്റ് ക്ലാസ് വീട് ഇവിടെ കിടക്കുമ്പോ എന്തിനാ അവരുടെ ഏറുമാടം? അത് ന്യായം. ഫസ്റ്റ് നൈറ്റ് കാട്ടിലാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെ മതി. ഈ തന്തയുടെ വട്ട ആ ചെക്കനും ശരിയാ. വൈകിക്കണ്ട, ചെന്നോളൂ. നമ്പ്യാരെ, വെപ്രാളൊന്നും കാണിക്കരുത്. ഓ, ഈ വള്ളിയെല്ലാം പറിച്ച് മാറ്റി വെച്ചിട്ട് പോ. മുത്തപ്പ, ഓനെ ഉപദ്രവിക്കാതെ കാത്തോണേ. നല്ല ചിക്കന്റെ മണം. ഓളെ കണ്ടില്ല. ആക്രാന്തം കാട്ടിലെ നിർമ്മാതാവേ. കഥ ഇവിടെ അല്ല, കാട്ടിലല്ലേ? ക്ഷമിക്കണം സാർ, കെട്ടിടാതെ നിവൃത്തിയില്ല. ബാഗ് വെക്കാൻ തിരിഞ്ഞപ്പോ തലക്കടിച്ച് വീഴ്ത്താൻ നോക്കിയ ആളല്ലേ. എനക്കൊരു അബദ്ധം പറ്റി പോയതാ. മഹപ്പാക്കണം. ഇവിടെ കണ്ടില്ലേ, കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം വാരി കൊടുക്ക. ഏത് കിഡ്നാപ്പറാ ഇങ്ങനെയൊക്കെ ചെയ്യാ? നല്ല പൊറോട്ടഞ്ഞിക്കട്ടെ. താങ്ക്യ. സാർ, ഞാൻ സാറിൽ കാണുന്നത് എന്റെ രക്ഷകനെയാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാവോ? ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ? അനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എനക്ക് 1 മണിക്കൂർ സമയം തരണം. ഞങ്ങൾക്ക് മാത്രമായി ചെറിയ സംസാരിക്കാറുണ്ട്. അതെല്ലാം ജീവന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. വിളിക്കട്ടെ? ജീവാ, എന്തോ? എന്നെ നാട്ടിലെത്തിക്കണം. വീട്ടുകാരോട് സംസാരിക്കണം. എന്തിനെ കുറിച്ച്? അതാണ് പ്രധാനം. നിങ്ങളുടെ കല്യാണക്കാരി. എന്തോ? സത്യം. സാറല്ല, അവിടെ. സത്യം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചൊന്നും ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടിട്ടില്ല.
അത് ഭൂഷണവും അല്ല. എന്നാ നിങ്ങൾ തമ്മിൽ പറഞ്ഞത് എന്താന്ന് എനിക്കറിയണം. വാക്കുമാൻ Rewind ചെയ്യട്ടെ. ഒരു മനുഷ്യന് വേണ്ടതിലും ബുദ്ധി ശക്തിയുള്ളവനാ ഓൻ. ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ഓനെ നേരിടണം. ഇന്നലെ വരെ എനിക്ക് പണം നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ എന്റെ കെട്ടിയൊക്കെ മക്കൾക്ക് നാഥനില്ലാത്ത അവസ്ഥയായി. സ്നേഹം ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്താ ഈ പറയണേ? ഞാൻ ഈ ഭ്രാന്തനെ കല്യാണം കഴിക്കണമെന്നോ? നിങ്ങൾക്കുണ്ടല്ലോ 4-5 എണ്ണം. കെട്ടിച്ചു കൊടുക്കും അതിൽ ഒന്നിനെ. ആരെ കെട്ടണമെന്നാ ഞാൻ പറഞ്ഞേ? എഴുതാപ്പുറം വായിക്കല്ലേ മോളെ. കല്യാണം വേണ്ട, അടിയന്തരം വേണ്ട, ഒരു കള്ളം. അത് പറഞ്ഞ ഉയരം കൊണ്ട് രണ്ടുപേർക്ക് രക്ഷപ്പെടാം. ഈ തെണ്ടിയുടെ മുന്നിൽ തോറ്റിട്ട് എനിക്ക് ജീവിക്കണ്ട. ഓ, ഒരാടെ വാശി കാരണം എത്ര പേരാ നശിക്കുന്നതെന്ന് മോൾ ഓർക്കണം. ഒരു വാക്ക് വീട്ടിൽ ചെന്ന് ആലോചിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. പ്രാന്താന്ന് ഒത്തിരി പ്രാവശ്യം വിളിച്ചെങ്കിലും അപ്പോഴൊന്നും എനിക്ക് പ്രാന്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രാന്ത് വരുന്നു. ഇത്രയും സ്നേഹിച്ച് തന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് എന്നെ ചതിക്കല്ലേ? തല്ലടാ, തല്ലിക്കൊല്ല്. ഞാനിവിടെ കിടന്ന് ചത്തോളാം. അതല്ലേ നിന്റെ ഒടുക്കത്തെ ആഗ്രഹം? ഒരു പെണ്ണിനെ കെട്ടിയിട്ട് സ്നേഹിക്കെന്ന് പറഞ്ഞിട്ടല്ല സ്നേഹം നേടേണ്ടത്. അവളുടെ മനസ്സിൽ തോന്നണം. നീ ഒരു മനുഷ്യനല്ല. നിന്നെ ലോകത്ത് ഒരു പെണ്ണ് സ്നേഹിക്കില്ല. നിന്നെ എനിക്ക് അറപ്പാ, വെറുപ്പാ. മനുഷ്യരൂപമുള്ള ഏതോ ഭീകര ജന്തുവാ നീ. എനിക്കെങ്ങും പോയി രക്ഷപ്പെടണ്ട. പക്ഷെ ഈ പാവം എന്ത് പഴച്ചു? അയാളെ വിട്ടേക്ക്. അല്ല, ഇനി ഞങ്ങളെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വെച്ച് നീട്ടണ്ട, കൊന്നേക്ക്. ഓർമ്മ വെച്ച നാള് മുതൽ കരഞ്ഞു തുടങ്ങിയതാ. നിങ്ങൾക്കൊക്കെ ഫിലിം സ്റ്റാർ സ്നേഹം അറിയുള്ളൂ. മറ്റൊരു സ്നേഹമുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിൽ ചുമന്ന സ്നേഹം. ഇന്നും ഞാൻ പ്രശ്നങ്ങളുടെ നടുവില. ഒരു കണക്കിന് തിരിച്ചു ചെല്ലുന്നതിലും ഭേദം ഇവിടെ കിടന്ന് ചാവുന്നതാ. പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ലേ എന്തിനാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കണേന്ന്? അത് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരിക്കലും തീരാതിരിക്കാൻ. ഈ ചിത്രം കഴിഞ്ഞാ എന്റെ മരണം എന്ന് ഡയറിയിൽ എഴുതിയില്ലേ? അറിയാതെ ഞാൻ ഒരിക്കൽ ഡയറി വായിച്ചു. നമുക്ക് പാമോളെ. സാർ, അയാളെ കൂടെ വിളിക്കണം. ജീവ, നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മൾ കാണിച്ച തൊട്ട് ശരിയായില്ല സാർ. അയാളെ ഒറ്റയ്ക്കാ കാട്ടിൽ. മോളെ, ഓരെ വിശ്വസിക്കാൻ പറ്റൂല. പൊക്കോളാൻ ഓർഡർ നിന്നപ്പോ എനിക്ക് സ്ഥലം വിട്ടാ മതി എന്നായി. പിന്നെ എവിടെ താളം ചവിട്ടിയ ഓന്റെ മനസ്സ് മാറിയാലാ. മുത്തപ്പ വീണ്ടും കുടുങ്ങിയോ? വീണ്ടും പിടിച്ചിട്ട് പോയി കെട്ടിടാനൊന്നുമല്ല. മരണം വിധിക്കും ദൈവത്തിന് അവകാശപ്പെട്ടതാ. അത് വരുമ്പോ വരട്ടെ. ഈ സിനിമയല്ല, 1000 സിനിമ കഴിഞ്ഞാലും മരിക്കണ്ട. എനിക്ക് കാണണം എന്നും ഈ സ്നേഹ ഇങ്ങനെ തന്നെ. സത്യം ചെയ്തു തരണം, മരണത്തെ സ്വയം വരിക്കില്ല എന്ന്. കുറെ ഭക്ഷണം വാരി തന്ന കൈയല്ലേ, ഒന്ന് തൊട്ടൊന്നു വെച്ച് പൊള്ളൊന്നുമില്ല.